1800-കൾക്ക് മുൻപുള്ള കാലഘട്ടം. ഓഗസ്റ്റ് മാസത്തിലെ ഒരു അർദ്ധരാത്രി. കൊടുമഴയിലും വീശിയടിക്കുന്ന കൊടുങ്കാറ്റിലും ഇളകിമറിയുന്ന പസഫിക് സമുദ്രം. രൗദ്രഭാവം പൂണ്ട തിരമാലകൾ വീശിയടിക്കുന്ന പസഫിക് സമുദ്രത്തിൽ ഒരു ചെറിയ ബോട്ട് ഈ തിരമാലകൾക്കൊപ്പം ആടി ഉലയുകയാണ്. ഈ ബോട്ടിൽ ഒരു മത്സ്യത്തൊഴിലാളിയായ യുവാവ് തൻ്റെ കൊച്ചു ബോട്ട് കുതിച്ചുയരുന്ന തിരമാലകളിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള കഠിന ശ്രമത്തിലാണ്. അദ്ദേഹം ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. ഇനിയും അധിക നേരം ഈ രാക്ഷസ തിരമാലകളോട് മല്ലിട്ട് ജയിക്കാൻ തനിക്കാകില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി തന്നെ അറിയാം. എന്നിട്ടും ജീവൻ നിലനിർത്തുന്നതിനായി കുറ്റാക്കൂരിരുട്ടിൽ കനത്ത മഴയിൽ പസഫിക് എന്ന മഹാസമുദ്രത്തോട് മല്ലടിക്കുകയാണ് അദ്ദേഹം. മത്സ്യബന്ധനത്തിനായി പുറം കടലിൽ എത്തിയ അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായി വീശിയടിച്ച കൊടുങ്കാറ്റിൽ പെട്ടുപോവുകയായിരുന്നു. തിരമാലകൾക്കൊപ്പം മല്ലടിച്ച് മണിക്കൂറുകൾ കൊണ്ട് അയാൾ ഇപ്പോൾ ആഴക്കടലിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി എങ്ങോട്ട് ആ ബോട്ടിനെ നയിക്കണം എന്നൊന്നും അയാൾക്കൊരു തിട്ടവുമില്ല. ഇപ്പോൾ തകരാതെ ആ ബോട്ടിനെ സുരക്ഷിതമായി നിർത്തുക എന്നത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം. കോരിച്ചൊരിയുന്ന മഴയത്തും അയാൾ വല്ലാതെ വിയർക്കുന്നുണ്ട്. കഠിനമായ ജോലിയോ അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന മരണഭയമോ ആകാം അയാൾ വിയർക്കാൻ കാരണമായത്. തൊട്ടടുത്ത നിമിഷം വീശിയടിച്ച ഒരു വലിയ തിരമാല ആ ബോട്ടിനെ ചുഴറ്റിയെറിഞ്ഞു. ബോട്ടിൽ നിന്നും തെറിച്ചു വീണ യുവാവ് കഷ്ടിച്ച് നീന്തി ജലോപരിതലത്തിൽ എത്തി. ചുറ്റും നോക്കി. ആർത്തലയ്ക്കുന്ന തിരമാലകളുടെ ഉയരം കാരണം തൻ്റെ ബോട്ട് പോലും കാണാൻ അയാൾക്ക് സാധിച്ചില്ല. എങ്ങോട്ടെന്നില്ലാതെ അയാൾ നീന്തി. ജീവൻ രക്ഷിക്കണം, അതിനായി എന്തെങ്കിലും ചെയ്യണം. എത്ര ദൂരം നീന്തിയാലും തനിക്ക് കരയിലേക്ക് എത്താൻ കഴിയില്ല എന്ന് അയാൾക്കറിയാം. പക്ഷേ തന്നാൽ കഴിയുന്ന സമയം വരെ ജീവനോടെ നിൽക്കണം എന്ന് കരുതി സർവശക്തിയും എടുത്ത് അയാൾ നീന്തി. പെട്ടെന്ന് അയാളുടെ ഒരു കൈ ഒരു മരത്തടിയിൽ ചെന്നിടിച്ചു. പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് തന്നെ ആ കൈ വല്ലാതെ വേദനിച്ചു. പക്ഷേ മരത്തടി അയാൾക്കിപ്പോൾ ഒരു കച്ചിത്തുരുമ്പാണ്. ഇടത്തെ കൈ വീശി മരത്തടിയിൽ അയാൾ ചുറ്റിപ്പിടിച്ചു കിടന്നു. മണിക്കൂറുകൾ തുടർച്ചയായി ബോട്ടിനെ നിയന്ത്രിക്കാൻ കഷ്ടപ്പെട്ട അയാൾ ശരിക്കും ക്ഷീണിച്ചിരിക്കുന്നു. അല്പനേരം മരത്തടിയിൽ അള്ളിപ്പിടിച്ച് കിടന്നു. വീശിയടിക്കുന്ന തിരമാല അയാളെ ആ മരത്തടിയിൽ നിന്നും വേർപെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനനുവദിക്കാതെ മരത്തടിയിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ് അയാൾ. ബോട്ടിൽ നിന്നും തെറിച്ചു വീഴാതിരിക്കാൻ അരയിൽ കെട്ടിയിരുന്ന കയറിനെപ്പറ്റി അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്. ഉടൻ തന്നെ ഒരു കൈകൊണ്ട് കയറിന്റെ ഒരറ്റം ഈ മരത്തടിയിലേക്ക് വരിഞ്ഞു കെട്ടി. മരത്തടിയുടെ സഹായത്തോടെ അയാൾ ആ രാത്രി മുഴുവൻ ജീവനോടെ കഴിച്ചുകൂട്ടി. രാവിലെ സൂര്യന്റെ കിരണങ്ങൾ കടന്നു വന്നതോടെ മഴയും കാറ്റും ശമിച്ചു. സമുദ്രം ഇപ്പോൾ ആകെ ശാന്തമാണ്. ആരൊക്കെയോ ഉറക്കെ വിളിച്ചു കൂവുന്നത് കേട്ടുകൊണ്ടാണ് അവശനായ അയാൾ തല ഉയർത്തി നോക്കുന്നത്. മുന്നിൽ താരതമ്യേന വലിയ ഒരു പായ്ക്കപ്പൽ. അത് യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ അയാൾക്ക് കുറച്ച് സമയമെടുത്തു. മുന്നിൽ കപ്പലാണ്, പക്ഷേ അതൊരു സാധാരണ കപ്പലായിരുന്നില്ല. അത് അന്നത്തെ വൻ സാമ്രാജ്യങ്ങളായ സ്പെയിനിന്റെയും ഇംഗ്ലണ്ടിന്റെയും ഒക്കെ കപ്പലുകളെ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തിരുന്ന കൊടും ക്രൂരനായ കടൽ കൊള്ളക്കാരൻ ബെനിറ്റോ ബോണിറ്റയുടെ കപ്പലായിരുന്നു. കപ്പലിലുള്ള കടൽ കൊള്ളക്കാരൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നിന്നും ഒരാൾ ഒരു കയറ് ആ യുവാവിന് നേരെ വലിച്ചെറിഞ്ഞു. ക്ഷീണിതരാണെങ്കിലും അയാൾ ആ കയറിൽ കയറി പിടിച്ചു. ശേഷം കപ്പലിന്റെ ഡക്കിലേക്ക് എത്താൻ ഒരു ശ്രമം നടത്തി. മുകളിലുള്ളവർ കയർ വലിച്ചുകൊണ്ട് അയാളെ പെട്ടെന്ന് ഡക്കിലെത്താൻ സഹായിച്ചു. മുകളിലെത്തിയ ശേഷം അവിടെ മുട്ടുകുത്തിയിരുന്ന യുവാവ് തൻ്റെ ജീവൻ രക്ഷിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കുറച്ചുനേരം കണ്ണടച്ച് പ്രാർത്ഥിച്ചു. കണ്ണു തുറന്നപ്പോൾ പായ്മരത്തൂണിൽ 3 യുവാക്കളെ കെട്ടിയിട്ടിരിക്കുകയാണ്. അത് തൻ്റെ ബോട്ടിൽ നിന്നും ഇന്നലെ രാത്രി തെറിച്ചുപോയ തൻ്റെ കൂട്ടാളികളാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മരണപ്പെട്ടു എന്ന് താൻ കരുതിയ അവർ ജീവനോടെയുണ്ട്. അതിൽ ആശ്വാസവും തോന്നി. പക്ഷേ അവരെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇത് മനസ്സിൽ ആലോചിച്ചതും കടൽക്കൊള്ളക്കാരിൽ 2 പേർ അയാളെയും അവർക്കൊപ്പം തന്നെ കെട്ടിയിട്ടു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മാത്രം കേട്ടിരുന്ന ആ ക്രൂരനായ കടൽക്കൊള്ളക്കാരൻ ഇപ്പോൾ അവരുള്ള ആ കപ്പലിന്റെ ക്യാപ്റ്റനുമായ ബെനിറ്റോ ബോണിറ്റോ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കണ്ടാൽ തന്നെ പേടി തോന്നിക്കുന്ന ഒരു ഭീകര രൂപം. 7 അടി പൊക്കം, ആരോഗ്യ ദൃഢഗാത്രൻ, പുച്ഛത്തോടെയുള്ള നോട്ടം, എന്തോ വായിലിട്ട് അലസമായി ചവയ്ക്കുന്നുമുണ്ട്. കെട്ടിയിട്ടിരുന്ന ആരോഗ്യമുള്ള ഈ 4 യുവാക്കളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ ആര്, എന്ത് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് അത് അറിയുകയും വേണ്ട. ജീവനോടെ ഇരിക്കണമെങ്കിൽ ഈ സംഘത്തോടൊപ്പം നിങ്ങൾക്കും പ്രവർത്തിക്കാം. അതിന് പറ്റില്ല എങ്കിൽ മരിക്കാം. ഇത്ര മാത്രമാണ് അവരോട് ബെനിറ്റോ പറഞ്ഞത്. ജീവൻ രക്ഷിക്കാൻ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് അവർ പറഞ്ഞത് ഒരുമിച്ചായിരുന്നു. പുച്ഛഭാവത്തിൽ ഒരു ചിരി മാത്രം സമ്മാനിച്ചുകൊണ്ട് ബെനിറ്റോ അവിടെ നിന്നും പോയി. അവരുടെ കൈകൾ സ്വതന്ത്രമാക്കപ്പെട്ടു. മാത്രമല്ല അവർക്ക് മുഷിഞ്ഞതാണെങ്കിലും മാറാൻ വസ്ത്രങ്ങളും ആഹാരവും അവർ നൽകി. ഇപ്പോൾ അവരും ബെനിറ്റോ ബോണിറ്റോ എന്ന കടൽക്കൊള്ളക്കാരന്റെ സംഘത്തിലെ സൈനികരാണ്. കപ്പൽ മുന്നോട്ട് നീങ്ങുകയാണ്. പക്ഷേ അവരെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ നേരിട്ടതിനേക്കാൾ കൂടുതൽ ഭയാനകമായ അപകടങ്ങളായിരുന്നു. എന്തൊക്കെയായിരിക്കും അവരെ കാത്തിരുന്ന ആ അപകടം? നമുക്ക് ഫ്ലാഷ് ബാക്കിലൂടെ ഈ യാത്ര മുന്നോട്ട് തുടങ്ങാം. ഐ ആം ബാലു പടിപ്പുരയിൽ. വെൽക്കം ടു ഫ്ലാഷ് ബാക്ക്.
ബെനിറ്റോ ബോണിറ്റോയുടെ സംഘത്തിൽ ചേർന്ന 4 പേരും ആയുധങ്ങൾ ഉപയോഗിക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പഠിച്ചു. അത് പഠിച്ചില്ല എങ്കിൽ അവർക്ക് തന്നെയാണ് അപകടം. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നാൽ അവർ പെട്ടെന്ന് വധിക്കപ്പെടും. അതുകൊണ്ട് അവർ ആയുധങ്ങൾ പെട്ടെന്ന് ഉപയോഗിക്കാൻ പഠിച്ചു. അക്ഷരാർത്ഥത്തിൽ പസഫിക് സമുദ്രത്തിന്റെ തിരമാലകളെ പോലും അടക്കി വാണിരുന്ന ഒരു കടൽക്കൊള്ളക്കാരൻ തന്നെയായിരുന്നു ബോണിറ്റോ. ബോണിറ്റോയുടെ ചരിത്രം അന്നത്തെ വൻ സാമ്രാജ്യമായ സ്പാനിഷ് കാരവലുകളിൽ തുടങ്ങി ചെറുകിട മത്സ്യബന്ധന ബോട്ടുകൾ വരെയുള്ള കൊള്ളകളും അതിലെ സൈനികരുടെയും സാധാരണക്കാരുടെയും കൊലപാതകങ്ങളുടെ ചരിത്രമായിരുന്നു. ബോണിറ്റോയും സംഘവും കൊള്ള നടത്തുന്നതിനായി ലക്ഷ്യം വെച്ചിരുന്നത് പസഫിക് സമുദ്രത്തിലെ കപ്പലുകൾ മാത്രമായിരുന്നില്ല. ചെറുദ്വീപുകളിലും അവർ ക്രൂരമായ ആക്രമണം നടത്തി കൊള്ളയടിക്കുകയും കൊലപാതകങ്ങൾ നിഷ്കരുണം നടത്തുകയും ചെയ്തിരുന്നു. പലപ്പോഴും വൻകരകളിലെ ഗ്രാമങ്ങൾ പോലും ബോണിറ്റോ ലക്ഷ്യം വയ്ക്കുകയും കൊള്ളകൾ നടത്തുകയും ചെയ്തു. വ്യാപാര കപ്പലുകൾക്ക് പുറമെ സ്പാനിഷ് പടക്കപ്പലുകൾ പോലും ബോണിറ്റോയും സംഘവും അനായാസം ആക്രമിച്ച് കീഴടക്കി. അവർ ഇങ്ങനെ പിടിച്ചെടുക്കുന്ന കപ്പലുകളിൽ ഉണ്ടായിരുന്ന ധനവും ഭക്ഷ്യവസ്തുക്കളും മാത്രമല്ല, അതിലെ പുരോഹിതന്മാരെയും ബോണിറ്റോ തന്റെ കപ്പലുകളിൽ തടവിലാക്കിയിരുന്നു. അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായി 2 സ്പാനിഷ് പടക്കപ്പൽ ബോണിറ്റോയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. പതിവിൽ കൂടുതൽ സൈനികരുടെ സാന്നിധ്യം ഈ കപ്പലുകളിൽ ഉണ്ടായിരുന്നു. പതിവിൽ കൂടുതൽ സൈനികർ ഉള്ളതുകൊണ്ട് തന്നെ ആ കപ്പലുകളിൽ കാര്യമായി എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ബോണിറ്റോ മനസ്സിലാക്കി. ഈ സ്പാനിഷ് കപ്പലുകളിൽ സാധാരണയിൽ കൂടുതൽ സൈനികർ ഉണ്ടെന്ന് മാത്രമല്ല, അവർ കൂടുതൽ ജാഗരൂകരായി കപ്പലുകളിൽ സ്ഥാനമുറപ്പിച്ചിരുന്നു. അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ കപ്പലുകളായതുകൊണ്ട് തന്നെ നേരിട്ട് മുഖാമുഖം ഒരു യുദ്ധത്തിന് മാത്രമേ ഇവിടെ ബോണിറ്റോയ്ക്ക് വഴിയുണ്ടായിരുന്നുള്ളൂ. സംഘബലത്തിലും സൈനികരുടെ എണ്ണത്തിലും കപ്പലുകളുടെ എണ്ണത്തിലും ബോണിറ്റോയും സംഘവും മുന്നിൽ തന്നെയായിരുന്നു. 4-ലധികം കപ്പലുകൾ ഉണ്ടായിരുന്ന ബോണിറ്റോ 2 സ്പാനിഷ് കപ്പലുകളെയും 4 ദിക്കിൽ നിന്നും ഒരേ സമയം ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. ഈ തുറസായ യുദ്ധം ഇരുവശത്തും ആൾനാശമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ യുദ്ധത്തോടുകൂടി ഒരുപക്ഷെ ബോണിറ്റോയും സംഘവും ഒരു വലിയ നിധി തന്നെ സ്വന്തമാക്കിയേക്കാം. ഇത് തന്നെയായിരുന്നു ബോണിറ്റോയുടെയും മനസ്സിൽ. അധികം വൈകാതെ തന്നെ ബോണിറ്റോയുടെ കപ്പലുകൾ സ്പാനിഷ് കപ്പലുകളെ 4 വശത്തു നിന്നും വളയുന്നു. അതിഭീകരമായ ആക്രമണം ഒരേ സമയം 4 കപ്പലുകളിൽ നിന്നും സ്പാനിഷ് കപ്പലുകൾക്ക് നേരെ അഴിച്ചുവിടുകയായിരുന്നു. എങ്കിലും ഏതാക്രമണവും നേരിടാൻ തയ്യാറായിരുന്നു സ്പാനിഷ് നാവികസേന. കപ്പലിന്റെ സംരക്ഷണത്തിനായി അവരും തിരിച്ചടി തുടങ്ങി. പക്ഷേ ഒരു വലിയ യാത്ര നടത്തി തിരികെ സ്പെയിനിലേക്ക് പോവുകയായിരുന്ന സ്പാനിഷ് കപ്പലിലെ സൈനികർ കൂടുതലും ക്ഷീണിതരായിരുന്നു. വിശ്രമമില്ലാതെയുള്ള ജോലിയും ആഹാരത്തിന്റെ കുറവും അവരെ വല്ലാതെ വലച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അധിക സമയം സ്പാനിഷ് സൈനികർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. വിചാരിച്ചതിലും വളരെ കുറച്ചു മാത്രം സംഘങ്ങളെ നഷ്ടപ്പെടുത്തിയ ബോണിറ്റോ സ്പാനിഷ് കപ്പൽ അനായാസം പിടിച്ചെടുത്തു. ബോണിറ്റോയുടെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു. കപ്പലുകളിൽ അളവറ്റ സ്വർണ്ണനിധി തന്നെയായിരുന്നു. 300 ടണ്ണിലധികം സ്വർണമാണ് ബോണിറ്റോയും സംഘവും ഈ കപ്പലുകളിൽ നിന്നും പിടികൂടിയത്. ബോണിറ്റോയുടെയും സംഘത്തിന്റെയും ഭാവി ജീവിതം രാജകീയമാക്കാൻ തക്ക നിധി തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ യുദ്ധവിജയത്തിന് ശേഷം എല്ലാവരും അത് ആഘോഷമാക്കി. ഈ ആഘോഷത്തിൽ പുതുതായി ചേർന്ന 4 മത്സ്യത്തൊഴിലാളികളും ഉണ്ടായിരുന്നു. അവർക്ക് ഇനി സുരക്ഷിതമായി തമ്പടിക്കാനുള്ള സ്ഥലമാണ് ആവശ്യം. അതിനായി ബോണിറ്റോയും സംഘവും ചർച്ചകൾ നടത്തി മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ പസഫിക്കിലൂടെ യാത്ര തുടരുന്ന സമയത്ത് അടുത്ത ദിവസം രാത്രി കാലാവസ്ഥ ആകെ മാറിമറിഞ്ഞു. ഈ 4 കപ്പലുകളും ആടിയുലയും വിധം വലിയ കൊടുങ്കാറ്റ് വീശി തുടങ്ങി. അവർ കപ്പലുകൾ നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തി. സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുമൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് ബോണിറ്റോ സ്വയം നയിക്കുന്ന ഫ്ലാഗ്ഷിപ്പിൽ തന്നെയായിരുന്നു. ഈ കപ്പലിൽ തന്നെയായിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ബോട്ടിൽ നിന്നും രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളിയും ഉണ്ടായിരുന്നത്. അതിഭീകരമായ കൊടുങ്കാറ്റിൽ തിരമാലകൾ രാക്ഷസരൂപം പൂണ്ടു. അധികം വൈകാതെ തന്നെ കോരിച്ചൊരിയുന്ന മഴയും തുടങ്ങി. ബോണിറ്റോ 4 കപ്പലുകളെയും ഒന്നിച്ചു നിർത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ അധിക നേരം അതിന് സാധിച്ചില്ല. മാത്രമല്ല, ബോണിറ്റോയുടെ കൺമുന്നിൽ തന്നെ 4-ൽ 1 കപ്പൽ വൻ തിരമാലയിൽപ്പെട്ട് തകരുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. അതിൽ ഉണ്ടായിരുന്ന ചിലരൊക്കെ നീന്തി ബോണിറ്റോയുടെ കപ്പലിനരികിലെത്തി. വളരെ പണിപ്പെട്ട് അവരെ കപ്പലിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്തു. കൂടുതൽ പേരെ രക്ഷിക്കാൻ ബോണിറ്റോ കപ്പൽ തിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് സാധിച്ചില്ല. ശക്തമായ കാറ്റും തിരമാലയും കാരണം കപ്പലിനെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ പൂർണ്ണ നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊടുങ്കാറ്റിൽ ഒഴുകുകയാണ് ഇപ്പോൾ ബാക്കിയുണ്ടായിരുന്ന 3 കപ്പലുകളും. അധികം വൈകാതെ തന്നെ 3 കപ്പലുകളും കൊടുങ്കാറ്റ് കാരണം പല ദിക്കുകളിലേക്ക് വേർതിരിഞ്ഞു. ഇതിനിടയിൽ ഒരു ശക്തമായ തിരമാലയിൽപ്പെട്ട് ബോണിറ്റോയുടെ കപ്പലിന് സാരമായ കേടുപാടുകളും ഉണ്ടായി. രാത്രിയിൽ ആരൊക്കെ കപ്പലിൽ നിന്ന് തെറിച്ച് കടലിൽ വീണുവെന്നോ മറ്റ് 2 കപ്പലുകളും എവിടെയാണെന്നോ ബോണിറ്റോയ്ക്കും കപ്പലിൽ ഉണ്ടായിരുന്നവർക്കും അറിയില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ കാറ്റും മഴയും മാറി. കാലാവസ്ഥ ശാന്തമായി. ഒരു വലിയ സൈന്യത്തിന്റെ സൈന്യാധിപനായിരുന്ന ബോണിറ്റോയ്ക്കൊപ്പം ഇപ്പോൾ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ബാക്കി. കപ്പലിലെ അളവറ്റ നിധിയുടെ സുരക്ഷ ഇപ്പോൾ അപകടത്തിലാണ്. ഒരാക്രമണം നടന്നാൽ തിരിച്ചടിക്കാൻ സൈന്യമോ ആയുധമോ ഇല്ലാത്ത അവസ്ഥ. ഇതോടെ ബോണിറ്റോ ഒരു തീരുമാനമെടുക്കുന്നു. ഈ സമ്പാദ്യം മുഴുവൻ സുരക്ഷിതമാക്കണം. അതിനു പറ്റിയ ഒരിടവും അദ്ദേഹം കണ്ടുവച്ചിരുന്നു. മധ്യ അമേരിക്കയിലെ ഇന്നത്തെ
കോസ്റ്റോറിക്കയ്ക്ക് സമീപത്തായി, അതായത് 342 മൈൽ കടലിലേക്ക് സഞ്ചരിച്ചാൽ കാണുന്ന ഒരു ആൾതാമസമില്ലാത്ത ദ്വീപിലാണ് അദ്ദേഹം ഈ നിധി സൂക്ഷിക്കാൻ തീരുമാനിച്ചത്. അങ്ങോട്ട് എത്തിച്ചേരാൻ കേടുപാടുകൾ സംഭവിച്ച ഈ കപ്പലിൽ കഴിയുമെന്നും അദ്ദേഹം കണക്കുകൂട്ടി. കപ്പലിൽ ബാക്കിയുണ്ടായിരുന്നവരും അദ്ദേഹവും വളരെ വേഗത്തിൽ ഈ കപ്പലിനെ ആ ദ്വീപ് ലക്ഷ്യമാക്കി പായിക്കാൻ തുടങ്ങി. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ ദ്വീപിന്റെ തീരത്തേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിയ ശേഷം കയ്യിലുണ്ടായിരുന്ന സ്വർണം ഈ ദ്വീപിലേക്ക് മാറ്റാൻ അവർ തീരുമാനിക്കുന്നു. ഈ സ്വർണം മുഴുവൻ സുരക്ഷിതമാക്കിയതിനു ശേഷം വേർപിരിഞ്ഞു പോയ മറ്റ് കപ്പലുകളും അതിലെ തങ്ങളുടെ കൂട്ടാളികളെയും കണ്ടെത്തിയതിനു ശേഷം തിരികെ വന്ന് ഈ സമ്പാദ്യം എടുത്ത് പങ്കിടാനായിരുന്നു അവരുടെ തീരുമാനം. ദ്വീപിൽ എത്തിയ അവർക്ക് 2 വലിയ പർവ്വതങ്ങൾ കാണാൻ സാധിച്ചു. അതിനിടയിലായി ഒരു വലിയ വെള്ളച്ചാട്ടം അതിന്റെ ഭംഗി അതിയായി വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. കുത്തനെ ഉയർന്നു നിൽക്കുന്ന ഭൂപ്രകൃതി ആയതുകൊണ്ട് തന്നെ അവരുടെ കപ്പൽ തീരത്തേക്ക് അടുപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. ദ്വീപിൽ നിന്നും അല്പം ദൂരെയായി കപ്പൽ നങ്കൂരമിട്ടതിനു ശേഷം ചെറു ബോട്ടുകളിൽ സ്വർണം പലതവണയായി അവർ ദ്വീപിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ ദ്വീപിൽ നിന്നും ഒരു വലിയ നദി കടലിലേക്ക് ഒഴുകി ചേരുന്നുണ്ടായിരുന്നു. സ്വർണം മൊത്തമായും ദ്വീപിൽ എത്തിച്ചതിന് ശേഷം അവർ നദിക്കര വഴി അല്പദൂരം അകത്തേക്ക് കടന്നു. അവിടെ ധാരാളം തെങ്ങുകളുണ്ടായിരുന്നു. സ്വർണം ഒളിപ്പിക്കാൻ പറ്റിയ ഒരിടം അവർ കണ്ടെത്തി. സ്വർണം ഒളിപ്പിക്കുന്ന ഇടത്ത് 2 പ്രത്യേകതകൾ ഉണ്ടായിരിക്കണമെന്ന് ബോണിറ്റോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിലൊന്ന്, തങ്ങളല്ലാതെ മറ്റാർക്കും ഈ നിധി കണ്ടെത്താനോ ഇതിരിക്കുന്ന ഇടത്തേക്ക് എത്തിച്ചേരാനോ സാധിക്കരുത്. മാത്രമല്ല, ഈ ഇടത്തേക്ക് തങ്ങൾ തിരികെ വരുമ്പോൾ തിരിച്ചറിയുന്നതിനായി വളരെ കൃത്യമായതും രഹസ്യമായതുമായ അടയാളവും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരിടം അവർ കണ്ടെത്തുകയും അവിടെ സ്വർണം സൂക്ഷിക്കുകയും ചെയ്തു. ശേഷം അവരാൽ കഴിയുന്ന രീതിയിൽ കപ്പലിന്റെ കേടുപാടുകൾ പരിഹരിച്ചതിന് ശേഷം അവിടെ നിന്നും വീണ്ടും യാത്രയാകുന്നു. ഇത്രയും നേരം നിങ്ങൾ കേട്ട ഈ സംഭവം ഈ കൂട്ടത്തിലുണ്ടായിരുന്ന കടലിൽ നിന്ന് രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളിയായ യുവാവ് എഴുതിയ ഒരു ഡയറി കുറിപ്പാണ്. കാലങ്ങൾ കടന്നുപോയി. ഇതിനിടയ്ക്ക് ബോണിറ്റോയും സംഘവും സ്പെയിൻ സൈന്യത്തിന്റെ പിടിയിലാവുകയും അവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. പക്ഷേ ഈ സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ ഇക്കൂട്ടത്തിൽ പലരും, അതായത് ബോണിറ്റോയുടെ സംഘത്തിൽ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിച്ചിരുന്ന പലരും അവിടെ നിന്നും ഓടിപ്പോയിരുന്നു. അതിൽ ഈ മത്സ്യത്തൊഴിലാളിയായ യുവാവും ഉണ്ടായിരുന്നു. കാലങ്ങൾ കടന്നുപോയി. 1881 ഹൊണോലുലുവിലേക്കുള്ള കപ്പൽ യാത്രയിൽ തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഓഗസ്റ്റ് ഗ്ലീസർ എന്ന യുവാവ് ഇതേ യാത്രയിൽ കണ്ട മറ്റൊരു യുവാവായ കബ്രാൽ നൽകിയ ഒരു ഡയറി വായിക്കുകയാണ്. മാനുവൽ കബ്രാൽ എന്ന ആ യുവാവിന്റെ മുത്തച്ഛനായ ഒരു മത്സ്യബന്ധന തൊഴിലാളി കുറിച്ച കുറിപ്പുകളായിരുന്നു ഈ ഡയറിയിൽ. ഇതുവരെ നിങ്ങൾ കേട്ട സംഭവങ്ങൾ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഡയറിയാണ് ഓഗസ്റ്റ് ഗ്ലീസർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വായിച്ചു തീർന്ന ശേഷം തനിക്ക് മുന്നിലിരുന്ന 23 വയസ്സുള്ള കബ്രാൾ എന്ന യുവാവിനെ നോക്കി അത്ഭുതപൂർവ്വം അയാൾ ചിരിക്കുന്നു. ബെനിറ്റോ ബോണിറ്റോയും സംഘവും നടത്തിയ ആക്രമണവും അവർ നേടിയെടുത്ത നിധിയും എവിടെയാണുള്ളതെന്ന ലോകത്തെ ആരും ഇതുവരെ അറിയാത്ത രഹസ്യം ഇപ്പോൾ 24 വയസ്സ് മാത്രമുള്ള ഓഗസ്റ്റ് ഗ്ലീസർ എന്നയാളുടെ കയ്യിലുണ്ട്. 1857 ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ജർമ്മൻ കുടുംബത്തിലാണ് ഓഗസ്റ്റ് ഗ്ലീസർ ജനിക്കുന്നത്. പിതാവ് ഇരുമ്പിൽ കത്തിയും വാളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു ആയുധ നിർമ്മാണ തൊഴിലാളിയായിരുന്നു. 11 കുട്ടികളിൽ 3ാമത്തെ പുത്രനായിട്ടാണ് ഓഗസ്റ്റ് ഗ്ലീസർ ജനിക്കുന്നത്. തന്റെ മകൻ തന്റെ തൊഴിൽ തന്നെ പിന്തുടരും എന്നാണ് ഓഗസ്റ്റ് ഗ്ലീസറുടെ പിതാവ് കരുതിയത്. പക്ഷേ കൗമാരത്തിലേക്ക് കടന്നപ്പോൾ തന്നെ അദ്ദേഹം കപ്പൽ യാത്രകളിൽ ആകൃഷ്ടനാവുകയും യാത്രകൾ നടത്തുകയും ചെയ്തു. ലോകത്തിന്റെ പല ഭാഗത്തും നിരന്തരമായി അദ്ദേഹം അങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള യാത്രകൾക്കിടയിൽ 1881 ഹൊണോലുലുവിലേക്കുള്ള യാത്രക്കിടയിലാണ് ഓഗസ്റ്റ് ഗ്ലീസർ ഒരു പോർച്ചുഗീസ് സഞ്ചാരിയായ യുവാവിനെ കണ്ടെത്തുന്നത്. അയാളുടെ പേരാണ് മാനുവൽ കബ്രാൽ. ഒരുപാട് നേരം അവർ സംസാരിച്ചിരുന്നു. യാത്രയിലെ സായാഹ്നങ്ങളിൽ അവർ ഒന്നിച്ച് മദ്യപിക്കുമായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ മദ്യപിച്ചിരിക്കുന്നതിനിടയിൽ ഒരു പഴയ നാവികനായ ജാക്ക് എന്നയാൾ അവിടേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ വേഷമൊക്കെ കണ്ട ഉടനെ ഈ കബ്രാൽ അദ്ദേഹത്തെ കണ്ടാൽ ഒരു കടൽ കൊള്ളക്കാരനെ പോലെയുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടു. അതൊക്കെ പഴയ കാലത്തെ കഥകളാണെന്നും അത് പറഞ്ഞ് ഓഗസ്റ്റ് ഗ്ലീസർ കബ്രാളിനെ കളിയാക്കുകയും ചെയ്തു. എങ്കിലും പെട്ടെന്ന് ഈ വാക്ക്, അതായത് കടൽ കൊള്ളക്കാരൻ എന്ന വാക്ക് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെയാണ് ഒരു മത്സ്യബന്ധന തൊഴിലാളിയായിരുന്ന തൻ്റെ മുത്തച്ഛൻ യാദർശികമായി ഒരു കടൽക്കൊള്ള സംഘത്തിൽ അവർക്കൊപ്പം കൊള്ളകളിൽ പങ്കെടുത്ത കഥ കബ്രാൾ പറയുക മാത്രമല്ല, കയ്യിൽ സൂക്ഷിച്ചിരുന്ന തൻ്റെ മുത്തച്ഛൻ്റെ ഡയറി ഓഗസ്റ്റ് ഗ്ലിസറിന് കൈമാറുകയും ചെയ്തു. വളരെ പഴക്കം ചെന്ന ഒരു തുകലിൽ പുറംചട്ടയിട്ട ഈ ഡയറിയിൽ നിന്നാണ് കടൽക്കൊള്ളക്കാരനായ ബെനിറ്റോ ബോണിറ്റോയുടെ കൊള്ളകളും അങ്ങനെ നേടിയ ഒരു വലിയ നിധി സൂക്ഷിച്ചിരിക്കുന്ന ദ്വീപിനെ പറ്റിയും അറിയുന്നത്. ഈ ഡയറിയിൽ കുറിച്ചിരിക്കുന്ന നിധിയും ദ്വീപും ഒക്കെ ഓഗസ്റ്റ് ഗ്ലീസറിനെ ഒരുപാട് ആകർഷിക്കുന്നു. ഇപ്പോൾ കബ്രാളിന്റെ മുത്തച്ഛനും കടൽക്കൊള്ളക്കാരനും തമ്മിൽ ചേർന്ന് കുഴിച്ചിട്ട നിധിയെപ്പറ്റി അറിയാവുന്ന ഒരാൾ താനാണ് എന്നതും അദ്ദേഹത്തെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഡയറിയിൽ നിധി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തിന്റെ അടയാളവും അളവുകളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ദ്വീപിൽ നിന്നും കടലിലേക്ക് ഒഴുകി വരുന്ന നദിയിൽ നിന്നും ഉള്ളിലേക്ക് 600 അടി ദൂരത്തിൽ പോയതിനു ശേഷം അവിടെ കാണുന്ന തെങ്ങിൻ തോപ്പിനടുത്ത് ഒരു വലിയ പാറയ്ക്ക് പിന്നിലാണ്
നിധി കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നു. ഈ ഡയറി ഇതിനു മുൻപ് ആരും കാണുകയോ പ്രസിദ്ധീകരിക്കപ്പെടുകയോ ചെയ്യാത്ത ഒന്നായിരുന്നു. അതെഴുതിയിരിക്കുന്ന രീതി, അതിലെ ഭാഷ, അടയാളങ്ങൾ, രേഖപ്പെടുത്തിയിരിക്കുന്ന വിധം ഇതൊക്കെ ഒരു പ്രൊഫഷണലായ എഴുത്തുകാരൻ്റെ രീതി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഡയറിയിലുള്ള കുറിപ്പുകൾ ഒരു കടൽക്കൊള്ളക്കാരൻ്റേതാകാൻ സാധ്യത കൂടുതലാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ കുറിക്കപ്പെട്ടിരുന്നില്ല. അത് നിധി സൂക്ഷിച്ചിരുന്ന ദ്വീപിന്റെ പേരും സ്ഥാനവുമായിരുന്നു. അത് ഗ്ലിസറിനെ വല്ലാതെ അങ്ങ് നിരാശപ്പെടുത്തുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്നും പുറപ്പെട്ട് 169 ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷമാണ് ഗ്ലിസറിൻ യാത്ര ചെയ്തിരുന്ന കപ്പൽ ഹവായിയുടെ തലസ്ഥാനമായ ഹൊണോലുലുവിൽ എത്തിച്ചേരുന്നത്. അദ്ദേഹം അപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്നത് ആ ദ്വീപിന്റെ പേര് എന്തായിരിക്കും എന്നതായിരുന്നു. ദ്വീപിന്റെ പേരറിയാൻ സാധിച്ചാൽ നിധി അന്വേഷിച്ചു പോകുന്നതിന് ഒരു പര്യവേഷണ സംഘത്തെ സംഘടിപ്പിക്കാൻ സാധിക്കുമായിരുന്നു എന്നും അദ്ദേഹം കരുതി. ഈ പദ്ധതി മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും ഹവായിലെത്തിയ ശേഷം അദ്ദേഹം ഒരു തൊഴിൽ അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. അവിടെയുള്ള ഒരു വലിയ കൃഷിത്തോട്ടത്തിൽ അദ്ദേഹം ജോലി നേടി. തോട്ടത്തിലെ ജോലിയും മറ്റുമായി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ യാദർച്ഛികമായി അദ്ദേഹം ബാർട്ടൽസ് എന്നയാളുമായി യാദർച്ഛികമായി സംസാരിക്കാൻ ഇടയായി. ദിവസങ്ങളുടെ സംസാരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തൻ്റെ കയ്യിലുള്ള ഡയറിയിലെ സംഭവവുമായി ബന്ധപ്പെടുത്തുന്ന ചില വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. തൻ്റെ ഭാര്യാപിതാവായ ഓൾഡ് മാക് എന്നയാൾ അദ്ദേഹത്തോട് പങ്കിട്ട ചില കാര്യങ്ങളായിരുന്നു ബാർട്ടൽസ് ഗ്ലിസറിനുമായി പങ്കിട്ടത്. ഓൾഡ് മാക് ബെനിറ്റോ ബോണിറ്റയുടെ സംഘത്തിലെ ഒരാളായിരുന്നുവെന്നും നിധി കുഴിച്ചിട്ട ദ്വീപിൽ നിധി കുഴിച്ചിടുന്നതിനായി അദ്ദേഹവും ഉണ്ടായിരുന്നുവെന്നും ബാർട്ടൽസ് പറയുന്നു. വളരെ ആശ്ചര്യത്തോടെയാണ് ഗ്ലിസർ ഈ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നത്. കബ്രാൽ നൽകിയ ഡയറിയിലെ അതേ സംഭവമാണോ ഇപ്പോൾ ഇദ്ദേഹവും പറയുന്നത് എന്ന് അദ്ദേഹം ആലോചിച്ചു. ഈ ബാർട്ടൽ എന്നയാളുടെ കയ്യിൽ പറയാൻ കഥ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഈ നിധി കുഴിച്ചിട്ടു എന്ന് പറയുന്ന ദ്വീപിനെ വ്യക്തമായി കാട്ടിത്തരുന്ന ഒരു മാപ്പും ഉണ്ടായിരുന്നു. ഈ മാപ്പ് ഓൾഡ് മാക് എന്നയാളുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുറി വൃത്തിയാക്കുന്നതിനിടയിൽ വളരെ രഹസ്യമായി സൂക്ഷിച്ച നിലയിലാണ് ബാർട്ടന് ലഭിക്കുന്നത്. ഈ മാപ്പിന്റെ സഹായത്തോടെ 1852 ഓൾഡ് മാക് ഈ നിധി തേടി ഒരു യാത്ര പോയിരുന്നു. ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ യാത്രയിൽ പക്ഷേ അവിടെ തിരച്ചിൽ നടത്താനുള്ള സാമ്പത്തിക ശേഷിയും മാനുഷിക ശേഷിയും ഇല്ലാത്തതിനാൽ തിരികെ വരികയായിരുന്നു. എങ്കിലും ഈ നിധിയിലേക്ക് എത്തിച്ചേരാനുള്ള കടൽക്കൊള്ളക്കാരുടെ നിർദ്ദേശങ്ങളും ഭൂപടങ്ങളും ഒക്കെ ഓൾഡ് മാക് വളരെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ ഭൂപടത്തിൽ വളരെ വ്യക്തമായി ആ ദ്വീപിന്റെ പേര് കുറിച്ചിരുന്നു. അത് കോക്കോസ് ഐലൻഡ് എന്നായിരുന്നു. ദ്വീപ് എവിടെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി ഈ ചാർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ ദ്വീപിൽ വടക്ക് കിഴക്കൻ പ്രദേശത്തും വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തുമായി കാണപ്പെടുന്ന 2 കൂറ്റൻ പർവ്വതങ്ങളും 2 ഉൾക്കടലുകളും ഈ ദ്വീപിന്റെ പ്രധാന അടയാളമായി അതിൽ കുറിച്ചിരുന്നു. ഇതിൽ കുറിച്ചിരുന്ന പർവ്വതങ്ങളിൽ ഒന്ന് ദ്വീപിന്റെ 27 ഡിഗ്രി വടക്കും രണ്ടാമത്തേത് 87 ഡിഗ്രി പടിഞ്ഞാറും സ്ഥിതി ചെയ്യുന്നവയായിരുന്നു. ഈ 2 പർവ്വതങ്ങളും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക ആംഗിളിൽ നേർരേഖ വരയ്ക്കുമ്പോൾ ഈ 2 രേഖകളും കൂട്ടിമുട്ടുന്ന ഇടത്താണ് നിധിയുള്ളതെന്ന് ഈ ചാർട്ടിൽ വ്യക്തമാക്കുന്നു. ഈ വിവരം കൂടി ലഭിച്ചപ്പോൾ ഗിസ്ലർ കൂടുതൽ ആവേശവാനായി. മാത്രമല്ല നിധി തേടി പോകുന്നതിന് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യവുമുണ്ടായി. എല്ലാം അദ്ദേഹം മാറി മാറി വീണ്ടും വീണ്ടും പരിശോധിക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഡയറി അദ്ദേഹം കൂടുതൽ തവണ വായിച്ചു. ഓരോ തവണയും ഉള്ള വായനയും ചാർട്ടിലെ പരിശോധനയും അദ്ദേഹത്തിൽ ഈ നിധി തേടി പോകാനുള്ള ആവേശവും താല്പര്യവും വർദ്ധിപ്പിക്കുകയായിരുന്നു. കോക്കോസ് ഐലൻഡിന്റെ ഘടന വെച്ച് നോക്കുമ്പോൾ കബ്രാൽ തന്ന ഡയറിക്കുറിപ്പിലെ വിവരങ്ങൾ പറയുന്നത് ഇതേ ഐലൻഡിനെ പറ്റിയാണെന്ന് ഓഗസ്റ്റ് വിലയിരുത്തുന്നു. കബ്രാലിന്റെ മുത്തച്ഛന്റെ എഴുത്തുകളിൽ 2 കൂറ്റൻ പർവ്വതങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഓൾഡ് മാക്കിന്റെ വിവരണങ്ങളിലും ചാർട്ടിലും ഇതുപോലെ തന്നെ 2 കൂറ്റൻ പർവ്വതങ്ങളെപ്പറ്റി പ്രസ്താവിക്കുന്നുണ്ട്. 2 വിവരങ്ങളും ഒന്നിച്ചു ചേർത്തുകൊണ്ട് നടത്തിയ പഠനത്തിൽ അദ്ദേഹം ചെന്നെത്തിയത് ഇത് രണ്ടും കൊക്കോസ് എന്ന ഐലൻഡാണ് എന്ന് ഉറപ്പിക്കുന്നു. ഈ ദ്വീപിനെ പറ്റി അന്ന് ഇതുപോലെ വേറെയും ചില കഥകൾ പരന്നിരുന്നു. അതിലൊന്ന് ക്യാപ്റ്റൻ ബെനറ്റ് ഗ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള കടൽക്കൊള്ള സംഘം ഇതേ ദ്വീപിൽ നിധി കുഴിച്ചിട്ടിരുന്നു എന്നതായിരുന്നു. മറ്റൊരു കഥ സ്പെയിനിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം ബ്രിട്ടീഷ് നാവികസേനാ ക്യാപ്റ്റനായ വില്യം തോംസൺ ഇതേ ദ്വീപിൽ ഒരു വലിയ സ്വർണ്ണശേഖരമായി തന്നെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് കഥകൾ പരക്കുന്നു. ഇങ്ങനെയുള്ള പല കഥകളും അന്ന് ഈ ഐലൻഡിനെ പറ്റി പരന്നിരുന്നു. ഇങ്ങനെ ഇവിടെ സ്വർണ്ണ നിക്ഷേപം നടത്തിയ ആളുകളൊക്കെ ഒന്നുകിൽ കൊള്ളകൾ നടത്തിയതിന് പിടിക്കപ്പെടുകയും തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. മറ്റു ചിലർ കടൽ യാത്രകളിലെ അപകടങ്ങളിൽ കൊല്ലപ്പെട്ടു. എന്നാൽ മറ്റു ചിലർക്ക് ഈ ദ്വീപിൽ രണ്ടാമതെത്തിച്ചേരാൻ സാധിക്കാതെ ജീവിതകാലം മുഴുവനും കഴിച്ചുകൂട്ടേണ്ടി വന്നു. ഈ കഥകളിലൊക്കെ പറയുന്ന നിധി ഈ ദ്വീപിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഓഗസ്റ്റ് ഗ്ലിസറിന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്ന 2 സൂചനകൾ ബെനിറ്റോ ബോണിറ്റോ എന്ന കടൽക്കൊള്ളക്കാരന്റെ നിധിയിലേക്ക് കൈ ചൂണ്ടുന്നതായി അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഇതോടെ അദ്ദേഹം ഒരു ദൃഢനിശ്ചയമെടുക്കുന്നു. അത് ബെനിറ്റോ ബോണിറ്റോയുടെ നിധി താൻ കണ്ടെത്തും എന്നത് തന്നെയായിരുന്നു. ഈ യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ബാർട്ടൽസ് ഒരു ഉപദേശം നൽകുന്നുണ്ട്. നിങ്ങൾ ദ്വീപിലേക്ക് നിധി തേടി പോയാൽ
കൂടെ അധികം ആൾക്കാരെ കൊണ്ടുപോകരുത്. മാത്രമല്ല ഈ സൂചനകൾ മറ്റാർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്യരുത്. അങ്ങനെ ഈ രഹസ്യം താങ്കൾ കൈമാറിയാൽ താങ്കളുടെ ജീവന് തന്നെ അത് ആപത്താക്കാൻ സാധ്യതയുണ്ട്. ഇതായിരുന്നു ബാർട്ടൽ നൽകിയ ഉപദേശം. യാഥാർത്ഥ്യത്തിൽ ഈ മുന്നറിയിപ്പുകൾ ഗ്ലിസർ അവഗണിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അവിടേക്ക് അദ്ദേഹം ഒരു യാത്ര നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ചിലിയിലേക്ക് പുറപ്പെട്ട ഒരു സ്വീഡിഷ് സെയിലിംഗ് ഷിപ്പിൽ അദ്ദേഹം യാത്രാമധ്യേ തന്നെ ഈ ദ്വീപിൽ ഇറക്കണം എന്ന ഉറപ്പോടുകൂടി യാത്ര നടത്തുന്നു. പക്ഷേ കോക്കോസ് ഐലൻഡിന്റെ സമീപത്ത് ഏകദേശം 350 മൈൽ ദൂരത്ത് വെച്ച് ഈ സ്പാനിഷ് കപ്പൽ ഒരു വലിയ കൊടുങ്കാറ്റിൽ അകപ്പെടുന്നു. ഏകദേശം രാത്രി മുഴുവനും വീശിയടിച്ച ഈ കാറ്റിലും വൻ തിരമാലയിലും കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. എങ്ങോട്ടെന്നില്ലാതെ ഒഴുകിപ്പോയ ഈ കപ്പൽ കൊക്കോസ് ഐലൻഡിൽ നിന്നും വളരെയധികം ദൂരത്തായി. പുലർച്ചെയായതോടെ കാലാവസ്ഥയിൽ അല്പം ശമനം വന്നിട്ടും കാറ്റിന്റെ ഗതിയും തിരമാലകളും കാരണം കൊക്കോസ് ഐലൻഡിലേക്ക് കപ്പൽ നയിക്കാൻ അതിലെ ക്യാപ്റ്റന് സാധിച്ചില്ല. ഇതോടെ ഈ ശ്രമം സ്വീഡിഷ് കപ്പലിന്റെ ക്യാപ്റ്റന് ഉപേക്ഷിക്കേണ്ടി വന്നു. മാത്രമല്ല ഈ കപ്പലിന്റെ പ്രധാന ലക്ഷ്യമായ ചിലിയിലേക്ക് തന്നെ കപ്പൽ അവർ നയിച്ചു. 73 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഹൊണോലുലുവിൽ നിന്നും ഈ കപ്പൽ ചിലിയിൽ ചെന്നെത്തുന്നത്. ഇതോടെ ഇപ്പോൾ ഓഗസ്റ്റ് ഗ്ലിസർ കൊക്കോസ് ഐലൻഡിൽ നിന്നും 3000-ലധികം മൈലുകൾ ദൂരെയായി കഴിഞ്ഞിരിക്കുന്നു. ചിലിയിൽ എത്തിയതിനു ശേഷം ഈ കപ്പലിന്റെ യാത്ര തെക്കേ അമേരിക്കയിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്വീഡിഷ് കപ്പലിന്റെ ക്യാപ്റ്റൻ മറ്റൊരു കപ്പലിന്റെ ക്യാപ്റ്റനെ ഓഗസ്റ്റ് ഗ്ലിസറിന് പരിചയപ്പെടുത്തി കൊടുത്തു. പുതുതായി പരിചയപ്പെടുത്തി കൊടുത്ത ക്യാപ്റ്റൻ ഇതിനു മുൻപും ഗ്ലിസർ പറയുന്ന കൊക്കോസ് ഐലൻഡിൽ പോയിട്ടുണ്ട്. 1875-ൽ ബ്രിട്ടീഷ് സർക്കാർ നയിച്ച ഒരു പര്യവേഷണ യാത്രയിലാണ് അദ്ദേഹം കൊക്കോസ് ഐലൻഡിൽ എത്തിച്ചേരുന്നത്. ഈ ബ്രിട്ടീഷ് സംഘവും അന്ന് അവിടേക്ക് യാത്ര നടത്തിയത് നിധി തേടി തന്നെയായിരുന്നു. പക്ഷേ അവർ പരാജയപ്പെട്ട് തിരികെ വരികയാണ് ഉണ്ടായത്. ഈ ക്യാപ്റ്റനുമായുള്ള സംസാരത്തിൽ ഗ്ലിസറിന് ഒരു കാര്യം മനസ്സിലായി. അവിടേക്ക് പോകുന്നതിന് ഒരു വലിയ ടീമിന്റെ ആവശ്യമുണ്ട്. മാത്രമല്ല അവിടെ സർവൈവ് ചെയ്യുന്നതിന് കൂടെ ആഹാരവും ആയുധങ്ങളും മറ്റ് സാധന സാമഗ്രികളും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനായി ഒരു വലിയ ഫണ്ടിന്റെ ആവശ്യവും വേണ്ടിവരും. ഇതോടെ ചിലിയിലുള്ള ഏതാനും പ്രാദേശിക വ്യാപാരികളുമായി ചർച്ച നടത്തി കോക്കോസ് ദ്വീപിലേക്കുള്ള യാത്രയ്ക്ക് ഫണ്ട് സ്വരൂപിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ഈ കാര്യങ്ങൾ അത്ര എളുപ്പമുള്ളതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്താനും ഫണ്ട് സ്വരൂപിക്കാനും അദ്ദേഹത്തിന് ഒരുപാട് സമയം നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ഒരുപാട് സമയങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും കഷ്ടപ്പെട്ട് കൊക്കോസ് ഐലൻഡിലേക്ക് യാത്ര നടത്താൻ താല്പര്യമുള്ള കുറച്ച് മനുഷ്യരെയും ഈ യാത്രയ്ക്കായി ഫണ്ട് ചെയ്യാൻ താല്പര്യമുള്ള ചില വ്യാപാരികളെയും ഗ്ലിസർ കണ്ടെത്തുക തന്നെ ചെയ്തു. അങ്ങനെ 1889 ഫെബ്രുവരിയുടെ അവസാന ഘട്ടത്തിൽ, അതായത് കബ്രാലിന്റെ മുത്തച്ഛൻ്റെ ഡയറി വായിച്ച് 8 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് കൊക്കോസ് ഐലൻഡിലേക്ക് യാത്ര തിരിക്കാൻ പോലും സാധിച്ചത്. അങ്ങനെ ഒടുവിൽ 1889 തന്നെ ഗ്ലിസർ ആദ്യമായി തൻ്റെ സ്വപ്ന പദ്ധതിക്ക് വേണ്ടി കൊക്കോസ് ഐലൻഡിൽ കാലുകുത്തുന്നു. ശരിക്കും ചരിത്രത്തിലേക്കുള്ളൊരു നടന്നുകയറ്റം തന്നെയായിരുന്നു അവിടെ ഗ്ലിസർ നടത്തിയത്. യഥാർത്ഥത്തിൽ കൊക്കോസ് എന്ന ഐലൻഡ് പസഫിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നും ജലോപരിതലത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ അഗ്നിപർവ്വതത്തിന്റെ അവസാന ഭാഗമായിരുന്നു. കോസ്റ്റോറിക്കൻ മെയിൻലാൻഡിൽ നിന്നും 550 കിലോമീറ്റർ ദൂരത്താണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 9.21 ചതുരശ്ര മൈൽ വിസ്തീർണമുണ്ട് ഈ ദ്വീപിന്. ഏകദേശം ചതുരാകൃതിയിലാണ് ഈ ദ്വീപ് കാണപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്നും 4 കിലോമീറ്റർ ആഴങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ അഗ്നിപർവ്വതം ഇതായിരുന്നു കൊക്കോസ് ഐലൻഡ്. അതുകൊണ്ട് തന്നെ 4 വശത്തുമുള്ള പാറക്കൂട്ടങ്ങളും അപ്രവചനീയമായ കാലാവസ്ഥയും മറ്റേതൊരിടത്തിൽ നിന്നും ഈ ദ്വീപിനെ വളരെ വേർതിരിച്ചു നിർത്തുന്നു. ചെറുപർവ്വതങ്ങളും വെള്ളച്ചാട്ടങ്ങളും വ്യത്യസ്തമായ നിരവധി ജീവിവർഗങ്ങളും കൊണ്ട് അഭൂതപൂർവം തന്നെയായിരുന്നു കൊക്കോസ് ഐലൻഡിന്റെ പ്രകൃതി ഭംഗി. കൊക്കോസ് ഐലൻഡിന്റെ സ്ഥാനം നോക്കിയാൽ സമുദ്രത്തിൽ ഏതാണ്ടൊക്കെ ഒറ്റപ്പെട്ട നിലയിൽ തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാലത്തും ഈ പ്രദേശത്ത് മനുഷ്യവാസം ഉണ്ടാവാൻ അവിടുത്തെ പ്രകൃതി അനുവദിച്ചിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ദ്വീപിലാണ് അടുത്ത കുറച്ച് മാസങ്ങൾ ഗ്ലിസറും സംഘവും കഴിച്ചുകൂട്ടേണ്ടത്. ആദ്യത്തെ 2 ദിവസം അവർ അവിടെ കഴിച്ചുകൂടുന്നതിനായി ചെറിയ ടെന്റുകളും താമസ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി. ഇതേ സമയം തന്നെ ഗ്ലിസർ തനിക്ക് കിട്ടിയ സൂചനകൾ അനുസരിച്ച് കോമ്പസ് ഒക്കെ ഉപയോഗിച്ച് 2 പർവ്വതങ്ങളുടെയും സ്ഥാനങ്ങൾ മനസ്സിലാക്കി നിധി ഉണ്ടാകാനിടയുള്ള സ്ഥാനം മനസ്സിലാക്കാൻ ചാർട്ടിൽ ഉള്ളതുപോലെയുള്ള കണക്കുകൂട്ടലുകൾ നടത്തി. ചാർട്ടിലെ എഴുത്തുകളൊക്കെ തന്നെ സ്പാനിഷ് ഭാഷയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംഘത്തിലുണ്ടായിരുന്ന സ്പാനിഷ് ഭാഷ അറിയാവുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് എല്ലാം വ്യക്തമായി വിവർത്തനം ചെയ്തു നൽകി. 2 ദിവസത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഗ്ലിസർ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിധിയുടെ സ്ഥാനം തിട്ടപ്പെടുത്തിയത്. സ്ഥാനം കണ്ടെത്തിയ ഉടൻ തന്നെ ഗ്ലിസർ തൻ്റെ ഒപ്പമുള്ളവരോട് ജോലി തുടങ്ങാൻ പറഞ്ഞു. ഗ്ലിസർ പറയുന്നിടത്തൊക്കെ അവർ കുഴിക്കാൻ തുടങ്ങി. നിരന്തരം ദിവസങ്ങളോളം അവർ ജോലി ചെയ്തു. പല ടീമുകളായി കുഴികളെടുത്തു. ഈ കുഴികളിൽ നിന്ന് തന്നെ 4 വശത്തേക്കും അവർ തുരങ്കങ്ങൾ നിർമ്മിച്ചു. പക്ഷേ നിരന്തരമായി ദിവസങ്ങളോളം അവർ ചെയ്ത ജോലിക്ക് ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വന്ന സംഘത്തിലെ ആളുകൾക്ക് തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം ഇല്ലാതെയായി. അവരിൽ ഓരോരുത്തരായി
ദ്വീപ് വിട്ട് തിരികെ പോകാൻ തുടങ്ങി. ഇപ്പോൾ ആ ദ്വീപിലുള്ളത് ഗ്ലിസർ അടക്കം 4 പേർ മാത്രമാണ്. പ്രതീക്ഷ കൈവിടാതെ ഗ്ലിസർ അടയാളപ്പെടുത്തിയിരുന്ന സ്ഥലത്തിന് ചുറ്റുമുണ്ടായിരുന്ന തെങ്ങുകൾക്ക് ചുവട്ടിൽ കുഴിക്കാൻ തുടങ്ങി. പക്ഷേ എല്ലാം വിഫലമായിരുന്നു. അപ്പോഴേക്കും കടന്നുപോയത് ഏതാണ്ട് 10 മാസങ്ങളായിരുന്നു. ഒടുവിൽ 1889 ഡിസംബറിൽ ഗ്ലിസറും ബാക്കിയുണ്ടായിരുന്ന 3 പേരും ദ്വീപ് വിടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ തിരികെ ചിലിയിലേക്ക് എത്തിച്ചേർന്നു. ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടുവെങ്കിലും ഗ്ലിസർ തൻ്റെ ഈ അന്വേഷണത്തിൽ നിന്നും പിന്മാറാൻ ഒട്ടും തന്നെ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം രണ്ടാമത്തെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഒടുവിൽ 1890 ഒക്ടോബറിലാണ് ഗ്ലിസർ രണ്ടാമത് കോക്കോസ് ഐലൻഡിലേക്ക് കടന്നു വരുന്നത്. ഇത്തവണ കൂടുതൽ മെച്ചപ്പെട്ട സജ്ജീകരണങ്ങളും അന്ന് നിലവിലുണ്ടായിരുന്ന ആധുനിക സംവിധാനങ്ങളുമായിട്ടാണ് സ്വർണ്ണവേട്ടയ്ക്ക് ഗ്ലിസറിന്റെ രണ്ടാമത്തെ വരവ്. ഒരു പ്രൊഫഷണൽ ഗോൾഡ് ഹണ്ടിംഗ് പാർട്ടി എന്ന് വേണമെങ്കിൽ ഈ സംഘത്തെ നമുക്ക് വിളിക്കാം. മാത്രമല്ല ഫുഡ് പോലെ മറ്റ് അവശ്യ സാധനങ്ങളുടെ സപ്ലൈ നടത്തുന്നതിന് പ്രത്യേക ടീമുകളും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വരവിൽ ആദ്യമേ ഉണ്ടായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാതിരിക്കാൻ ഗ്ലിസർ പ്രത്യേകം ശ്രദ്ധിച്ചു. നിധിയുള്ള ഇടം ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് പോലെ കൃത്യമായി വീണ്ടും അദ്ദേഹം അളന്ന് തിട്ടപ്പെടുത്തി. സ്ഥാനം കണ്ടതിന് ശേഷം സംഘം കുഴികളെടുക്കാൻ തുടങ്ങി. ഇത്തവണ തൻ്റെ വരവ് വിജയമാകും എന്ന് തോന്നിപ്പിക്കുന്ന ചില ലക്ഷണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങി. കുഴികളെടുത്തു തുടങ്ങി 1 മാസത്തിനുള്ളിൽ ഒരു ദിവസം രാവിലെ തന്നെ അവർക്ക് 18-ാം നൂറ്റാണ്ടിലേതെന്ന് ഉറപ്പുള്ള ചില സ്പാനിഷ് സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കുന്നു. ടീമിലുള്ള എല്ലാവർക്കും അതൊരു ആവേശം തന്നെയായിരുന്നു. അവർ വീണ്ടും ശക്തിയോടെ ജോലി തുടർന്നു. പക്ഷേ അവർക്ക് ആദ്യം ആ ലഭിച്ച സ്വർണ്ണ നാണയങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്. മാസങ്ങൾ വീണ്ടും കടന്നുപോയി. അവർ കുഴികൾ എടുത്തുകൊണ്ടേയിരുന്നു. ആ കുഴികളെയൊക്കെ ബന്ധിപ്പിക്കുന്ന വിധത്തിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചു. പല രീതിയിലും അവർ അവിടെ സ്വർണം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ എല്ലാം പരാജയത്തിൽ ചെന്ന് അവസാനിച്ചു. ഗ്ലിസറിനൊപ്പം വന്ന ടീം അവിടെ അങ്ങനെയൊരു നിധി ഇല്ല എന്ന തീരുമാനത്തിലേക്ക് എത്തി. മാത്രമല്ല അവർ ഗ്ലിസറിനെ അവിശ്വസിച്ചു തുടങ്ങി. അവർ തിരികെ പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. ഗ്ലിസറിനെ തങ്ങളുടെ തീരുമാനം അറിയിച്ചതിന് ശേഷം അവർ തിരികെ പോകുന്നു. ഈ ടീമുകൾക്ക് അവിടെ നിധിയുണ്ട് എന്നറിയാവുന്നത് ഗ്ലിസറിൻ പറഞ്ഞു മാത്രമാണ്. പക്ഷേ അവിടെ നിധിയുണ്ട് എന്നുള്ള തെളിവുള്ളത് ഗ്ലിസറിന്റെ കൈവശം മാത്രമായിരുന്നു. ചാർട്ടിൽ ഉണ്ടായിരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഗ്ലിസർ മാർക്ക് ചെയ്ത സ്ഥലം കൃത്യമായിരുന്നില്ല. കോക്കോസ് ഐലൻഡിന്റെ പ്രകൃതിപരമായ പ്രത്യേകതയായിരുന്നു അതിൻ്റെ കാരണം. ഒരു അഗ്നിപർവ്വതമായതുകൊണ്ട് തന്നെ ഈ ഐലൻഡിന് എപ്പോഴും രൂപമാറ്റം സംഭവിച്ചുകൊണ്ടേയിരുന്നു. 1800 കാലഘട്ടത്തിന് മുൻപുള്ള ഭൂപ്രകൃതി ആയിരുന്നില്ല ഗ്ലിസർ അവിടേക്ക് ചെന്നെത്തിയ 1890 ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്ലിസറിന്റെ കയ്യിലുള്ള ചാർട്ട് കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ അദ്ദേഹത്തെ സഹായിക്കുമായിരുന്നില്ല. ഓഗസ്റ്റ് ഗ്ലിസർ ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിധി കണ്ടെത്താനുള്ള തൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. അദ്ദേഹം നടത്തിയ നിരവധി ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു രീതി പരീക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. കോക്കോസ് ഐലൻഡിൽ വന്ന് പെട്ടെന്ന് നിധി കുഴിച്ച് എടുത്തുകൊണ്ടു പോകാമെന്ന ചിന്ത വളരെ തെറ്റായിരുന്നു. അത് അദ്ദേഹം മനസ്സിലാക്കി. ഇതോടെ അവിടെ സ്ഥിരതാമസമാക്കി ഏറ്റവും സാധ്യതയുള്ള ഇടം കുഴിച്ച് സ്വർണം തിരയുക. അവിടെ ലഭിച്ചില്ല എങ്കിൽ അവിടെ നിന്നും അന്വേഷണം പല ദിക്കുകളിലേക്ക് വ്യാപിപ്പിക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ തീരുമാനം കോക്കോസ് എന്ന ഐലൻഡ് മുഴുവനായും ഉഴുതുമറിക്കുക എന്നത് തന്നെയായിരുന്നു. ഈ ശ്രമത്തിന് വർഷങ്ങൾ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഈ ദ്വീപിൽ സ്ഥിരതാമസമാക്കുക എന്ന തീരുമാനത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നു. ആവശ്യമെങ്കിൽ ഇതിനായി തൻ്റെ ജീവിതകാലം മുഴുവനും അവിടെ ചിലവഴിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ഒടുവിൽ 2 വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷം സ്ഥിരമായി കോക്കോസ് ഐലൻഡിൽ തിരച്ചിൽ നടത്താനായി സ്ഥിരതാമസമാക്കുന്നതിന് ഗ്ലിസർ തയ്യാറെടുത്തു കഴിഞ്ഞു. അതിനായി അദ്ദേഹം ദ്വീപിന്റെ പ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി. കോക്കോസ് ഐലൻഡിലെ മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോക്കോസ് ദ്വീപിൽ കാട്ടുപന്നികളും ആടുകളും ചെറുമാനുകളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഈ ഭൂമിയിൽ കൃഷി നടത്തിയാൽ തനിക്ക് ആഗ്രഹിക്കുന്നിടത്തോളം കാലം അവിടെ നിലനിൽക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. ഇതോടെ ഒരു കാർഷിക സമൂഹം തന്നെ രൂപീകരിക്കുക എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതെ, ഗ്ലിസർ കോക്കോസ് ദ്വീപിൽ ഒരു കോളനി സ്ഥാപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. കോക്കോസ് ദ്വീപിൽ എല്ലാത്തരം കൃഷിയിനങ്ങളും വളർത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. കോക്കോസ് ദ്വീപ് ഒരു അഗ്നിപർവ്വതത്തിന്റെ ഭാഗമായിരുന്നിട്ട് കൂടി അവിടെ പല വിധത്തിലുള്ള പഴവർഗ്ഗങ്ങളും സുലഭമായി ലഭിക്കുമായിരുന്നു. മാസത്തിലൊരിക്കൽ അവിടെ താമസമാക്കുന്നവർക്ക് കപ്പൽ മാർഗം മെയിൻലാൻഡിൽ ബന്ധപ്പെടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ അന്നത്തെ ഈ ദ്വീപിന്റെ അവകാശികളായിരുന്ന കോസ്റ്റോറിക്കൻ പ്രസിഡന്റിനോട് ഗ്ലിസർ അപേക്ഷ സമർപ്പിക്കുന്നു. 1891 ജൂലൈയിൽ കോസ്റ്റോറിക്ക പ്രസിഡന്റ് ഗ്ലിസറിന്റെ ഈ പദ്ധതിക്ക് അനുമതി നൽകി. കോക്കോസ് ഐലൻഡ് വികസിപ്പിക്കുന്നതിനുള്ള ചില പ്രത്യേക അവകാശങ്ങൾ ഗ്ലിസറിന് ലഭിക്കുന്നു. മാത്രമല്ല കാർഷികമായി ഒരു കോളനി സ്ഥാപിക്കാൻ അധികാരികളും അദ്ദേഹത്തെ അനുവദിച്ചു. അങ്ങനെ ഈ പദ്ധതി പ്രകാരം അവിടെ കുടിയേറി പാർക്കുന്നതിനായി തയ്യാറാകുന്ന 50 കുടുംബങ്ങളെ
അനുവദിക്കാമെന്ന തീരുമാനവും കോസ്റ്റോറിക്കൻ ഗവൺമെൻറ് അനുവദിക്കുന്നു. പക്ഷേ അവിടെ കുടിയേറി പാർക്കുന്നതിനായി ആരാണ് തയ്യാറാവുക? അങ്ങനെ തയ്യാറാകുന്നവരെ തിരയാൻ ഗ്ലിസർ തീരുമാനിക്കുന്നു. ഏതാണ്ട് മുഴുവൻ യൂറോപ്പും അദ്ദേഹം യാത്രകൾ നടത്തി. ഈ യാത്രയിൽ ജർമ്മനിയിലും അദ്ദേഹം എത്തുന്നുണ്ട്. ജർമ്മൻ സർക്കാരിന് അവരുടേതായ ഒരു കോളനി അവിടെ രൂപീകരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അത് ജർമ്മൻ അധികാരികളുടെ ചുമതലയിലായിരിക്കും. ആ തീരുമാനം ഗ്ലിസറിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ അതിൽ നിന്നും അദ്ദേഹം പിന്മാറുന്നു. തിരികെ അമേരിക്കയിലേക്കും അദ്ദേഹം കൊക്കോസ് ഐലൻഡിൽ താമസിക്കാൻ തയ്യാറാകുന്ന കുടുംബങ്ങളെ തേടി യാത്ര നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയും അദ്ദേഹത്തിന് കുടുംബങ്ങളെയോ ഈ പദ്ധതിക്ക് ഫണ്ട് നൽകുന്നവരെയോ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതോടെ 1891 കോസ്റ്റോറിക്കൻ ഗവൺമെന്റിനോട് തന്റെ പദ്ധതിക്കായി ഫണ്ട് കണ്ടെത്താനും അവിടേക്ക് കുടിയേറ്റം നടത്താനായി കുടുംബങ്ങളെ കണ്ടെത്താനും സാധിച്ചില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കത്തെഴുതുന്നു. ഈ കത്തിൽ ഈ സെറ്റിൽമെന്റ് പ്രാവർത്തികമാകാൻ ആവശ്യമായ ചില നിബന്ധനകളും ഗ്ലിസർ കൃത്യമായി എഴുതി ചേർക്കുന്നുണ്ട്. ആ നിബന്ധന ഇങ്ങനെയായിരുന്നു: ദ്വീപിന്റെ പകുതി ഭാഗം തനിക്ക് പൂർണ്ണമായും എഴുതി തരിക, ബാക്കി പകുതി ഭാഗം കുടിയേറ്റം നടക്കുന്ന കുടുംബങ്ങൾക്ക് കൃത്യമായി വിഭജിച്ച് നൽകുക. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ഈ സമയത്താണ് ഓഗസ്റ്റ് ഗ്ലിസർ ഒരു വിവാഹം ചെയ്യുന്നത്. മേരി ഗ്ലിസർ എന്ന യുവതിയാണ് അദ്ദേഹത്തെ വിവാഹം ചെയ്തത്. ഈ വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന് കൊക്കോസ് ഐലൻഡിൽ ഒരു കോളനി സ്ഥാപിക്കുന്നതിനുള്ള ഫണ്ട് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സ്വരൂപിക്കാൻ സാധിക്കുന്നു. ഫണ്ട് സ്വരൂപിക്കാൻ സാധിച്ചതോടെ കൊക്കോസ് ഐലൻഡിലേക്ക് കുടിയേറി പാർക്കാൻ ചില കുടുംബങ്ങളെയും തയ്യാറാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ കുടുംബങ്ങളിൽ ഓഗസ്റ്റ് ഗ്ലിസറിന്റെ കുടുംബവും ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ ഗ്ലിസർ തന്റെ ഭാര്യയുമൊത്ത് മറ്റു കുടുംബങ്ങൾക്കൊപ്പം കൊക്കോസ് ഐലൻഡിലേക്ക് സ്ഥിരതാമസത്തിനായി യാത്ര തുടങ്ങി. 1894 ഡിസംബർ 13 അവർ കൊക്കോസ് ഐലൻഡിൽ കാലുകുത്തി. വീടുകൾ നിർമ്മിക്കുന്നതിനായി തടികളും നിർമ്മാണ സാമഗ്രികളും അവർ ഒപ്പം കരുതിയിരുന്നു. പനാമയിൽ നിന്നും കൊണ്ടുവന്ന മുന്തിയ ഇനം വിത്തുകളും കോഴികളും താറാവിനെയും ഒക്കെ അവർ കൂടെ കരുതിയിരുന്നു. അവിടെ ചെന്ന് അവർ ആദ്യം ചെയ്തത് വീടുകളുടെ നിർമ്മാണമായിരുന്നു. എല്ലാം ഗ്ലിസർ കരുതിയതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. ഇതുവരെയും മനുഷ്യന്റെ ചൊൽപ്പടിയിൽ ഒതുങ്ങാത്ത ഒരു ഭൂപ്രദേശം, എന്നും ഒറ്റപ്പെട്ടു നിന്നിരുന്ന ഒരു ഭൂപ്രദേശം, അതായിരുന്നു ഗ്ലിസറിനും കൂട്ടർക്കും കീഴടക്കേണ്ടിയിരുന്നത്. 1897 നവംബർ 11 അവർ ആദ്യമായി അവിടെ കൃഷി ചെയ്യാൻ ഭൂമി തയ്യാറാക്കി തുടങ്ങി. ശേഷം വാഴ, പച്ചക്കറികൾ, കോഫി എന്നിവ അവർ കൃഷി ചെയ്തു. 1897 നവംബറിൽ തന്നെ ഓഗസ്റ്റ് ഗ്ലിസറിനെ കോസ്റ്റോറിക്കൻ സർക്കാർ കൊക്കോസ് ഐലൻഡിന്റെ ഗവർണർ പദവി നൽകുന്നു. കൊക്കോസ് ദ്വീപിന്റെ ഗവർണർ സ്ഥാനം ഗ്ലിസറിനെ ഒരുപക്ഷെ സന്തോഷിപ്പിച്ചിരിക്കാം. ദിവസങ്ങൾ കടന്നുപോയി. അവിടെ മറ്റു കുടുംബവുമായി സർവൈവ് ചെയ്തതിനൊപ്പം ഗ്ലിസറിന്റെ സുപ്രധാന ലക്ഷ്യമായ നിധിയും അന്വേഷിച്ചു തുടങ്ങി. അവർ ആദ്യം അന്വേഷണം നടത്തിയത് കടലിനോട് ചേർന്ന തീരപ്രദേശങ്ങളിലായിരുന്നു. ഈ അന്വേഷണത്തിൽ ഗ്ലിസറിന്റെ ഈ നീക്കത്തെ വിജയത്തിലെത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അദ്ദേഹത്തിന് തീരപ്രദേശത്ത് നിന്നും കൂടുതൽ സ്പാനിഷ് സ്വർണങ്ങൾ ലഭിക്കാൻ തുടങ്ങി. ഗവർണർ എന്ന നിലയിൽ അവിടെ അദ്ദേഹത്തിന്റെ ഒപ്പം വന്നു ചേർന്ന കുടുംബങ്ങൾക്ക് പ്രത്യേകം പ്രദേശങ്ങളും അദ്ദേഹം പകുത്തു നൽകി. ഒരു പുതിയ തലമുറയുടെ പുതിയ പൈതൃകം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. പക്ഷേ കോസ്റ്റോറിക്കൻ സർക്കാർ എല്ലാ മാസവും സഹായത്തിനായി എത്തിക്കാമെന്ന് പറഞ്ഞിരുന്ന കപ്പൽ ഒരു സുപ്രഭാതത്തിൽ വരാതെയായി. വീണ്ടും മാസങ്ങൾ കടന്നുപോയി. കൊക്കോസ് ഐലൻഡിലേക്ക് കപ്പലുകൾ ഒന്നും തന്നെ വരാതെയായി. പുറം ലോകത്തിന്റെ സഹായം കുറഞ്ഞു വന്നതോടെ ദ്വീപിലുണ്ടായിരുന്നവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു തുടങ്ങി. അസുഖങ്ങൾ അവരെ ബാധിച്ചു തുടങ്ങി. ചിലർ മരണപ്പെട്ടു. പ്രശ്നങ്ങൾ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അവർ കൃഷി ചെയ്ത പച്ചക്കറികൾ ഒന്നും തന്നെ അവർ വിചാരിച്ച രീതിയിൽ ഫലം തന്നില്ല. യഥാർത്ഥത്തിൽ കൊക്കോസ് ദ്വീപിലെ കറുത്ത മണലിൽ കൃഷി നടത്തുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. പ്രശ്നങ്ങൾ കൂടി വന്നതോടെ കൊക്കോസ് ഐലൻഡിലുള്ളവർക്ക് മരുന്നുകളുടെയും പോഷകാഹാരത്തിന്റെയും ആവശ്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പക്ഷേ ഇതൊക്കെ അവിടേക്ക് ആരും ഇനി എത്തിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറം ലോകവുമായി ബന്ധപ്പെടാനും പോഷകാഹാരവും മരുന്നുകളും എത്തിക്കാനുമായി ഒരു ബോട്ട് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. ദ്വീപിലുണ്ടായിരുന്ന മരത്തടികളുടെ സഹായത്തോടെ അദ്ദേഹം ഒരു ബോട്ട് നിർമ്മിക്കുക തന്നെ ചെയ്തു. ശേഷം ദ്വീപിലെ 4 യുവാക്കളെ ഈ ബോട്ടിൽ തീരത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. കോസ്റ്റോറിക്കയിൽ എത്തിയതിനു ശേഷം ഈ ബോട്ടിൽ അവർ ആവശ്യത്തിന് സാധനങ്ങൾ നിറച്ചു. പക്ഷേ ബോട്ടിൽ വന്ന 4 പേരിൽ 3 പേർ തിരികെ പോകാൻ തയ്യാറായില്ല. ഇതോടെ 4-മൻ, നിങ്ങളുടെ ഭാര്യമാർ ഇപ്പോൾ കൊക്കോസ് ദ്വീപിലാണുള്ളത്, അവരെ ഉപേക്ഷിക്കുന്നത് ഭീരുത്വമാണെന്നും പറഞ്ഞ് അവരെ ഉപദേശിച്ചു. എന്തായാലും അവർ 4 പേരും ഇതൊക്കെ കേട്ട് തിരികെ പോകാൻ തന്നെ തീരുമാനിച്ചു. ആവശ്യത്തിന് കുറച്ച് സാധനങ്ങൾ ദ്വീപിൽ എത്തിച്ചേർന്നുവെങ്കിലും മറ്റൊരു പ്രശ്നം ദ്വീപവാസികളെ തേടിയെത്തി. അത് അനിയന്ത്രിതമായ എലികളുടെ ശല്യമായിരുന്നു. എല്ലാ തരത്തിലും അവിടെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളുമായി ദ്വീപിലുള്ളവർ ജീവൻ നിലനിർത്താൻ മത്സരിക്കുകയായിരുന്നു. ചൂടുള്ളതും ഈർപ്പം നിറഞ്ഞതുമായ ഈ കാലാവസ്ഥ അവർക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു. ഒടുവിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ദ്വീപിലുണ്ടായിരുന്നവരെ ഗ്ലിസറിനെതിരെ തിരിക്കുന്നു. അവിടെ കൃഷി ചെയ്യുകയും ജീവിതം മുന്നോട്ട് നയിക്കുകയും നിധി കണ്ടെത്തുകയും ചെയ്യുമെന്ന് കരുതി കൊണ്ടുവന്നവർ ഇപ്പോൾ ആയുധമെടുത്ത് ഗ്ലിസറിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഗ്ലിസറിന് ശാരീരികവും മാനസികവുമായ ക്ഷമത മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്,
നല്ല നേതൃപാഠവുമുള്ള വ്യക്തിയുമായിരുന്നു അദ്ദേഹം. തനിക്കെതിരെ തിരിഞ്ഞ ദ്വീപ് നിവാസികളോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ദ്വീപിന്റെ ഗവർണറും ജഡ്ജിയും ജൂറിയും മാത്രമല്ല, ഈ ദ്വീപിലെ മരണശിക്ഷ നടപ്പാക്കുന്നതും ഞാൻ തന്നെയാണ്. ഇത് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് അവർക്ക് നേരെ ചൂണ്ടി. ആയുധങ്ങൾ താഴെവെച്ച് കീഴടങ്ങാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. അവർ ആയുധങ്ങൾ താഴെവെച്ചു. കുറഞ്ഞ സമയത്തേക്കാണെങ്കിലും സമാധാനം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രകൃതിപരമായ ബുദ്ധിമുട്ടുകൾ അവരെ വീണ്ടും അലച്ചുകൊണ്ടിരുന്നു. അധികം വൈകാതെ തന്നെ കൊണ്ടുവന്ന മരുന്നുകളും അവശ്യ വസ്തുക്കളും ഒക്കെ തീർന്നുപോയി. വീണ്ടും അവർക്ക് മെയിൻലാൻഡിലേക്ക് മടങ്ങി വരേണ്ടി വന്നു. ഇത്തവണ കോസ്റ്റോറിക്കയിലേക്ക് അവശ്യ വസ്തുക്കൾ ശേഖരിക്കാൻ പോയ സംഘത്തിൽ ഓഗസ്റ്റ് ഗ്ലിസറും ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് ഗ്ലിസർ കോസ്റ്റോറിക്കയിലേക്ക് തിരിച്ച ശേഷം അവിടെയുണ്ടായിരുന്നവർക്ക് മറ്റൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഒരു ബ്രിട്ടീഷ് യുദ്ധക്കപ്പൽ ഇതേ സമയത്ത് കൊക്കോസ് ഐലൻഡിന്റെ തീരത്ത് എത്തുന്നു. അവർ ചെറിയ ബോട്ടുകളിൽ കൊക്കോസ് ഐലൻഡിലേക്ക് സൈനികരെ അയക്കുന്നു. വലിയ ഡൈനാമിറ്റുകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് ദ്വീപിന്റെ പല ഭാഗങ്ങളിലും അവർ സ്ഫോടനം നടത്തി. ഗ്ലിസറിന്റെ ഭാര്യ മേരി ഈ നീക്കത്തെ തടയാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ബ്രിട്ടീഷ് സൈനികർ അവരുടെ ജോലി തുടർന്നു. സ്ഫോടനങ്ങളിലൂടെ വലിയ ഗർത്തങ്ങൾ പലയിടത്തും ഉണ്ടാക്കിയിട്ടും അവർക്ക് സ്വർണത്തിന്റെ ഒരംശവും കണ്ടെത്താൻ സാധിച്ചില്ല. അവർക്കും നിരാശരായി മടങ്ങേണ്ടി വന്നു. ഗ്ലിസർ തിരികെ എത്തിയതിനു ശേഷമാണ് ബ്രിട്ടീഷ് സംഘം അവിടേക്ക് കടന്നു വന്നത് അറിയുന്നത്. ബ്രിട്ടീഷുകാരുടെ ഈ കടന്നുവരവിനെതിരെ ബ്രിട്ടീഷ് നയതന്ത്രജ്ഞരോട് ഔദ്യോഗികമായി തന്നെ അദ്ദേഹം പരാതിയും നൽകുന്നുണ്ട്. ഇതൊന്നും കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ദ്വീപ് നിവാസികൾ കൂടുതൽ അവശരായിക്കൊണ്ടിരുന്നു. ശരിക്കും ജീവൻ നിലനിർത്താൻ അവർ പാടുപെടുകയായിരുന്നു. അവരൊക്കെ അവിടേക്ക് കടന്നു വന്നത് നിധി കണ്ടെത്തി സമ്പന്നരാകാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് ഒന്നിലും പ്രതീക്ഷയില്ലാതായി. അവരിൽ ഓരോരുത്തരായി ദ്വീപ് വിട്ടുപോകാനുള്ള തീരുമാനമെടുക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 1902 ആ ദ്വീപിൽ അവശേഷിക്കുന്നത് 2 പേർ മാത്രമാണ്. അത് ഓഗസ്റ്റ് ഗ്ലിസറിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മേരി ഗ്ലിസറിനും ആയിരുന്നു. ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് നിധി കണ്ടെത്താനുള്ള ദൃഢനിശ്ചയത്തിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ഈ പ്രതികൂല സാഹചര്യങ്ങൾക്കൊന്നും തന്നെ സാധിച്ചില്ല. അദ്ദേഹം തന്റെ ലക്ഷ്യം നേടാൻ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കടന്നുപോയത് 16 വർഷങ്ങളായിരുന്നു. ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നിട്ടും കടൽക്കൊള്ളക്കാരുടെ ആ നിധി കണ്ടെത്താൻ തനിക്ക് സാധിക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു മരത്തിൽ എന്തോ കൊത്തിവെച്ചിരിക്കുന്ന അടയാളം കണ്ടെത്തി. അതാരാണ് എഴുതിയത്? അത് നിധിയെപ്പറ്റിയുള്ള എന്തെങ്കിലും സൂചനയാണോ? അതോ അവിടെ ഉണ്ടായിരുന്ന നിധി മറ്റാരെങ്കിലും എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതാണോ അത് അർത്ഥമാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായി ഗ്ലിസർ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഗ്ലിസർ വളരെ അസ്വസ്ഥനായിരിക്കുന്നു. ഒരുപക്ഷെ ആ കടൽക്കൊള്ളക്കാരിൽ ഏതോ ഒരാൾ ആ നിധി എടുക്കാൻ തിരികെ ഈ ദ്വീപിൽ എത്തിയിരിക്കാം. ഈ ചിന്ത അദ്ദേഹത്തെ വളരെ നിരാശനാക്കി. കഴിഞ്ഞ 1 വർഷത്തോളമായി കൊക്കോസ് ദ്വീപിലേക്ക് ഒരു കപ്പലും വന്നിരുന്നില്ല. വേട്ടയാടുന്നതിന് പോലും അദ്ദേഹത്തിന്റെ തോക്കിൽ തിരകൾ ബാക്കിയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒപ്പം അപ്പോഴും ഉണ്ടായിരുന്നത് ഒന്ന് മാത്രമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഭാര്യ മേരിയായിരുന്നു. ഇത്രയും വലിയ പ്രതിസന്ധിയിലും തന്റെ ഭർത്താവിന്റെ ഒപ്പം ഉറച്ചു നിൽക്കാൻ കാരണം അവർക്കിടയിലുണ്ടായിരുന്ന ഒരു ദൃഢമായ സ്നേഹബന്ധം തന്നെയായിരിക്കണം. വീണ്ടും ഗ്ലിസർ ഒരു ബോട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. വീണ്ടും അവിടേക്ക് ആവശ്യമായ വസ്തുക്കൾ വാങ്ങുന്നതിനായി മെയിൻലാൻഡായ കോസ്റ്റോറിക്കയിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. 4 മുതൽ 6 ആഴ്ച വരെ ഈ യാത്ര നീണ്ടു നിന്നേക്കാം. അങ്ങനെ തന്റെ ഭാര്യയെ സമുദ്രത്തിലെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ ചെറുദ്വീപിൽ ഉപേക്ഷിച്ച് ഗ്ലിസർ യാത്രയായി. പക്ഷേ ഇത്തവണ ഗ്ലിസർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങിയില്ല. ഒരു വലിയ കൊടുങ്കാറ്റിൽ അദ്ദേഹത്തിന്റെ ബോട്ട് പെട്ടുപോവുകയും അദ്ദേഹം കരുതിയതിനേക്കാളും 200 മൈൽ അകലേക്ക് അദ്ദേഹത്തെ അത് കൊണ്ടെത്തിക്കുകയും ചെയ്തു. ഈ സമയം ദ്വീപിൽ ഒറ്റയ്ക്കായിരുന്ന മേരി ഗ്ലിസർ ചെറുകെണികളൊക്കെ ഉപയോഗിച്ച് പക്ഷികളെയും ചെറുമൃഗങ്ങളെയും ഒക്കെ വേട്ടയാടി ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ദ്വീപിലുണ്ടായിരുന്ന എലികളെ പിടിച്ച് പാകം ചെയ്ത് അവർക്ക് ഭക്ഷിക്കേണ്ടി വന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഇതുപോലെ അവർക്ക് കൊക്കോസ് ദ്വീപിൽ സർവൈവ് ചെയ്യേണ്ടി വന്നത് 1-2 ദിവസങ്ങളായിരുന്നില്ല, 6 മാസങ്ങളായിരുന്നു. 6 മാസത്തിന് ശേഷം ഗ്ലിസർ കൊക്കോസ് ഐലൻഡിലേക്ക് തിരിച്ചു വന്നു. തൻ്റെ ഭാര്യ സർവൈവ് ചെയ്ത രീതി ഗ്ലിസർ വായിച്ചെടുത്തത് ഒരു മനുഷ്യന് കൊക്കോസ് ഐലൻഡിൽ സർവൈവ് ചെയ്യാൻ സാധിക്കും എന്ന രീതിയിലായിരുന്നു. എന്തായാലും 1908 ഓഗസ്റ്റ് ഗ്ലിസർ തൻ്റെ ഭാര്യയായ മേരി ഗ്ലിസറിനൊപ്പം കൊക്കോസ് ഐലൻഡ് ഉപേക്ഷിച്ച് യാത്ര തിരിച്ചു. കൊക്കോസ് ഐലൻഡിൽ നിന്നും യാത്ര തിരിച്ച ഇരുവരും പിന്നീട് താമസമാക്കുന്നത് ന്യൂയോർക്ക് നഗരത്തിലായിരുന്നു. കൊക്കോസ് ദ്വീപിലെ നിധി കണ്ടെത്താൻ അദ്ദേഹം പരാജയപ്പെട്ടുവെങ്കിലും തിരികെ എത്തിയ ഗ്ലിസറിനെയും ഭാര്യയെയും ബന്ധുക്കൾ വളരെ സ്നേഹപൂർവ്വം തന്നെയാണ് സ്വീകരിച്ചത്. 17 വർഷം നീണ്ടുനിന്ന കൊക്കോസ് ഐലൻഡിലെ തിരച്ചിലിൽ ഓഗസ്റ്റ് ഗ്ലിസർ നേടിയത് വെറും 33 സ്വർണ്ണ നാണയങ്ങൾ മാത്രമായിരുന്നു. അദ്ദേഹം നഷ്ടപ്പെടുത്തിയ വർഷങ്ങളിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ ശരിയായ സമയത്ത് ഈ ദ്വീപ് ഉപേക്ഷിച്ച് വരാൻ തോന്നിയപ്പോഴൊക്കെ അവിടെ തുടരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും ഈ 33 നാണയങ്ങൾ തന്നെയായിരുന്നു. ഈ നാണയങ്ങൾ അവിടെ നിധിയുണ്ട് എന്ന് അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കാം. 1935 ഓഗസ്റ്റ് 8 അദ്ദേഹം മരണമടയുമ്പോൾ 78 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹത്തിന് ലഭിച്ച കൊക്കോസ് ഐലൻഡ്
അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് അദ്ദേഹം പകുത്തു നൽകിയിരുന്നു. അന്ന് ഈ പ്രദേശത്തിൻ്റെ മൂല്യം അന്നത്തെ ഏകദേശം 2 ലക്ഷത്തോളം ഡോളറായി കണക്കാക്കപ്പെടുന്നു. ഈ പ്രദേശത്തിന്റെ അവകാശവാദത്തിനായി ഗ്ലിസറിന്റെ ബന്ധുക്കൾ നീക്കം നടത്തിയപ്പോൾ ഓഗസ്റ്റ് ഗ്ലിസർ കൊക്കോസ് ഐലൻഡിലെ ഒരു താൽക്കാലിക ഗവർണർ മാത്രമായിരുന്നുവെന്നും ആ ദ്വീപ് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതായിരുന്നില്ല എന്നും കോസ്റ്റോറിക്കൻ ഗവൺമെന്റ് അഭിപ്രായപ്പെട്ടു. ഇന്നും ഈ ദ്വീപിൽ മനുഷ്യർക്ക് 1-2 ആഴ്ചകളിൽ കൂടുതൽ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ 17 വർഷം കൊക്കോസ് ദ്വീപിനെ അതിജീവിച്ച ഓഗസ്റ്റ് ഗ്ലിസർ ഒരു അമാനുഷികൻ തന്നെയാണ്. 17 വർഷം തന്റെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതെ തുടർന്ന അദ്ദേഹം ഒരു അസാധാരണ മനുഷ്യൻ തന്നെയാണ്. ഓഗസ്റ്റ് ഗ്ലിസർ ഉറപ്പായും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ ജീവിക്കുകയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുവരെ ഗുഡ് ബൈ.